Okay, online newspaper, e-newspaper, e-magazine, e-journal എന്നിങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതിനെ നമുക്ക് പരിചയപ്പെടാം. Everywhere, E stands for electronic. For example, email means electronic mail. E-newspaper means electronic newspaper. E-magazine, electronic magazine. E-journal, electronic journal. Everywhere, we should consider the E for the internet or World Wide Web platform. A newspaper or a magazine or any kind of journal which published in the online platform can be termed as electronic periodicals. A newspaper which publishes in electronic platform can be considered as electronic newspaper or e-newspaper. ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു പത്രത്തെ നമുക്ക് ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാം. പത്രത്തിന് പകരമായി അത് മാസികയാണെങ്കിൽ അതിനെ നമുക്ക് ഇ മാഗസിൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജേണൽ ആണെങ്കിൽ ആ ജേണലിനെ ഇ ജേണൽ എന്ന് നമ്മൾ വിളിക്കും. ഈ കറസ്പോണ്ടൻസ്, ഇലക്ട്രോണിക് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ കറസ്പോണ്ടൻസ് എന്നുള്ളതിനെ വിശദമായി നമ്മൾ കണ്ടതാണ്. ഇലക്ട്രോണിക് വേയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കറസ്പോണ്ടൻസിനെയാണ് നമ്മൾ ഈ കറസ്പോണ്ടൻസ് എന്ന് വിളിക്കുന്നത്, ഈ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ദിനപത്രങ്ങൾ, ഇഷ്ടംപോലെ മാസികകൾ നിലവിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇവയെ നമുക്ക് ഈ മാഗസിൻസ് എന്നോ ഈ ന്യൂസ് പേപ്പേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്നാണ് ഈ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, റീയൂസബിൾ ആയിട്ടുള്ള, റിഫ്രഷബിൾ ആയിട്ടുള്ള ഒരു വെർഷനാണ് ട്രഡീഷണൽ ന്യൂസ് പേപ്പർ. അതായത് ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ്, റീയൂസബിൾ ആൻഡ് refreshable version of a traditional newspaper. ഒരു ട്രഡീഷണൽ ന്യൂസ് പേപ്പറിന്റെ നമുക്ക് റിഫ്രഷ് ചെയ്യാവുന്ന, റീയൂസ് ചെയ്യാവുന്ന, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. This electronic newspaper holds information electronically. ഇലക്ട്രോണിക്കലായിട്ടാണ് അതിൻ്റെ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്തിരിക്കുക. അച്ചടിച്ച ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ പത്രത്തിൽ അക്ഷരങ്ങളായി പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് ഒരു ഈ ന്യൂസ് പേപ്പർ acquires and holds information electronically. ഏതാണ്ട് അടുത്ത ഒരു കാലഘട്ടത്തിൽ ഈ ന്യൂസ് പേപ്പറുകളുടെ, ഇലക്ട്രോണിക് ന്യൂസ് പേപ്പറുകളുടെ വലിയൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. We can read the newspaper by make use of the internet, or we can download the e-newspaper or e-magazines also.
ഒരു കാര്യം ഓർത്തിരിക്കാനുള്ളത്, ഇത് ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ ഷുഡ് നോട്ട് ബി confused with newspaper that offer an online version at a website. ഓൺലൈൻ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് ഒരു വിഭാഗമുണ്ട്. അതായത് ഒരു പത്രം അച്ചടിച്ചിറങ്ങുന്ന ആ പത്രത്തിൻ്റെ ഒരു ഓൺലൈൻ വേർഷൻ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യും. അതല്ല ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ. E-newspapers that can arrange even without the print support. അച്ചടിച്ചിറങ്ങണം എന്ന് ഒരു നിർബന്ധവുമില്ല. അച്ചടിച്ചിറങ്ങുന്നൊരു പത്രം ആയിരിക്കണമെന്നില്ല. അച്ചടിച്ചിറങ്ങുന്നൊരു പത്രത്തിൻ്റെ ഓൺലൈൻ വേർഷൻ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പത്രങ്ങളുടെയൊക്കെ ഓൺലൈൻ വേർഷൻ നമ്മൾ വായിക്കുന്നതാണ്. ഓൺലൈൻ വേർഷൻ പത്രം വായിക്കാൻ പെയ്ഡും ഫ്രീയുമായ ഓപ്ഷൻസ് ഉണ്ട്. മലയാളത്തിലുള്ളതടക്കം ഒരു നിര മാധ്യമങ്ങൾ നിശ്ചിത തുക നൽകിയാൽ മാത്രമേ ഈ പത്രം വായിക്കാൻ, ഡിജിറ്റൽ ന്യൂസ് പേപ്പർ വായിക്കാൻ നമുക്ക് അവസരം തരാറുള്ളൂ. ഫ്രീ ആയിട്ട് തരുന്ന ദിനപത്രങ്ങളും മാനേജ്മെന്റുകളും നമുക്കുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രിന്റ് സപ്പോർട്ട് വേണം എന്നില്ല. നമുക്ക് ഒരു നിശ്ചിത ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത് നിശ്ചിത ഒരു സ്ഥാപനത്തിൽ നിന്നും സ്പേസ് വാങ്ങി നമുക്ക് ഈ ന്യൂസ് പേപ്പറുകൾ ആരംഭിക്കാവുന്നതാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഓൺലൈൻ ന്യൂസ് പേപ്പറും ഈ ന്യൂസ് പേപ്പറും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള, തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ്, റീയൂസബിൾ ആൻഡ് റീഫ്രഷബിൾ വേർഷൻ ഓഫ് എ ട്രഡീഷണൽ ന്യൂസ് പേപ്പർ ദാറ്റ് അക്വയർസ് ആൻഡ് ഹോൾഡ്സ് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി. മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. But in case of online newspaper, an online newspaper is the online version of a newspaper. Sometimes it is standalone publication or as the online version of a printed periodical. ഒരു അച്ചടിച്ച പത്രത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ ഓൺലൈൻ വെർഷനായോ തനിയോ നിൽക്കാനുള്ള സാധ്യതകൾ ഇതിന് ഉണ്ട്. ഓൺലൈൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം മേഖലയിൽ ബ്രേക്കിംഗ് ന്യൂസുകളടക്കം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സിന് പ്രിന്റഡ് ന്യൂസ് പേപ്പറുകളെ പോലെ തന്നെ ലീഗൽ റിസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർപ്പിച്ചിരിക്കുന്നു. The online newspapers, like printed newspapers, have legal restrictions regarding libel, privacy, and copyright. The important things you have to remember in connection with the publishing a material, printing a material, or announcing something in the form of broadcast journalism, there we should consider the libel, the privacy, and copyright. Here also, the cyber laws are also applicable. ഇവിടെ നമുക്ക് സൈബർ ലോ കൂടി ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം ഓൺലൈൻ ഇറങ്ങുന്ന, ഇലക്ട്രോണിക്കായി ഇറങ്ങുന്ന പത്രങ്ങളുണ്ട്, മാസികകളുണ്ട്, ജേണലുകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓൺലൈൻ ന്യൂസ് പേപ്പറും ഒപ്പം ഈ ന്യൂസ് പേപ്പറും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കിയിരിക്കുക. Online newspaper is the version of a printed newspaper. Electronic newspaper, basically it is reusable, refreshable. Refreshable means updations are possible there. Updating information are possible there. നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം,
ബ്രേക്കിംഗ് ന്യൂസുകൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതൊക്കെ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പറുകളുടെ പ്രത്യേകതയാണ്. ഇലക്ട്രോണിക് മാഗസിൻസ് ആർ ഓൾസോ പോസിബിൾ via internet platform. We can share information, we can write or we can prepare articles on any kind of topic, and that we can provide to the world itself. Whenever you are having a print magazine or a newspaper, it has some limitations in the circulation field. But in case of online, the entire world is opened for subscription process or distribution process. The dissemination of information through the electronic media is easy, but with some restrictions. Whatever we are writing in either in online or in printed form or in broadcast journalism, it should have some restrictions based on libel, then in broadcast slander, then the copyright and the like legal situations also there you have to manage. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഓൺലൈൻ ന്യൂസ് പേപ്പർ, ഈ ന്യൂസ് പേപ്പർ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഡിജിറ്റൽ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മേഖല കൂടിയുണ്ട്. ഡിജിറ്റൽ പത്രങ്ങൾ, ഈ പത്രങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്. ഈ പേപ്പറുകൾ എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓൺലൈനും ഒപ്പം ഇലക്ട്രോണിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒപ്പം ഈ പറയുന്ന ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ എന്താണെന്നുള്ള കാര്യവും ബോധ്യപ്പെട്ടിരിക്കുക.